ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയറിൻ്റെ ഇത് തലേ ദിവസമാണ് 31-ാം തീയതി. അച്ഛന് വീഗാർഡിൻ്റെ ഒരു കേക്ക്, നമ്മുടെ ന്യൂ ഇയർ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പൊട്ടിക്കാൻ പോവുകയാണേ. അത് നല്ല പാക്കേജ് ആയിരുന്നു കേട്ടോ. ഇതിന് പുറമേ പാക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. എവിടെ ഇട്ടെന്ന് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. പിന്നെ അതേ നമ്മുടെ ആ ഒരു കേക്ക് ഒരു കുഞ്ഞു കേക്കായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ശക്കല ഇഞ്ചിക്കുത്തുണ്ടായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ആയതുകൊണ്ട് ശിവക്കുട്ടനും കാത്തും കൂടി മുറിക്കാൻ നോക്കിയിട്ട്, പക്ഷെ അത് മുറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ശകലം കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മേടിച്ചിട്ട് മുറിച്ച് കട്ട് ചെയ്ത് ആദ്യമേ എൻ്റെ പിള്ളേർക്ക് 2 പേർക്കും കൊടുത്തു. നമ്മുടെ ശിവക്കുട്ടനും കൊടുത്തു, നമ്മുടെ കാത്തുമ്പിക്ക് കൊടുത്തു. കാത്തുവിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടെ. കാത്തുവിനല്ലെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്ത് കിട്ടിയാലും നമുക്ക് അയ്യെന്ന് തോന്നുന്നത് അവർക്ക് ഓക്കെയാണ്. കാരണം എനിക്ക് പൊതുവേ ഈ നമ്മുടെ പിസ്സ ബർഗറൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നമുക്ക് നൈറ്റ് ആഘോഷമാണല്ലോ. നമ്മളിത് മാരാരി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനുണ്ട്, ചേച്ചിമാരുണ്ട്. ഇതേ വീഡിയോ എടുക്കുന്നതിൻ്റെ വൈബാട്ടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാം മൂടിപ്പൊതിച്ചിരിക്കുവാണ്. പിന്നെ ഇതേ നമ്മളങ്ങനെ മാരാരിക്കുളം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ആലപ്പുഴ മാരാരിക്കുളാണ്. അപ്പം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുവാണ്. ചെന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നോ എന്താളായിരുന്നെന്ന് അറിയാമോ, നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. നമ്മുടെ പാപ്പാനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ മാരാരിക്കുളം ബീച്ചിൽ ഇങ്ങനെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇവിടെ നല്ല അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു. നമ്മൾ 12 മണി വരെ പ്രോഗ്രാമായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കടലിലോട്ടാണല്ലോ ആദ്യം ഓടിക്കയറുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഞാൻ കടലിലിറങ്ങിയില്ല, അതുകൊണ്ട് ഈ കാഴ്ചകളും പ്രോഗ്രാമും പാപ്പാനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അതേ നമ്മുടെ പാപ്പാനെ കത്തിക്കുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഫുൾ ടൈം വെള്ളത്തിലായിരുന്നേ. പിന്നെ അതേ കത്തിക്കുന്ന സമയമായി, നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. അങ്ങനെ 2025 സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വർഷമായിരുന്നു കേട്ടോ. അതിന് നമ്മളിത് ഇപ്പോൾ ടാറ്റ കൊടുക്കുവാണ്. എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഇയർ തന്നെയായിരിക്കും 2025 എന്നുള്ളത്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷം കൂടിയായിരുന്നേ. അങ്ങനെ 2026 ആയി. നമ്മുടെ പാപ്പാനി അവർ കത്തിക്കാനായിട്ട് തുടങ്ങി. പിന്നെന്താ, മുകളിൽ നല്ല നല്ല രസമാണ് കേട്ടോ. പടക്കവും അതുപോലെ ബലൂണൊക്കെ പറക്കുന്ന കാണാൻ. സത്യം പറഞ്ഞാൽ ആ ബലൂൺ ഒരേ സമയത്തിൽ ഇങ്ങനെ പൊങ്ങുന്ന കാണാൻ ഇന്ന രസമാണെന്ന് അറിയാമോ. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ പരിപാടിയൊക്കെ ഒരു 12:45 ആയതോടുകൂടി അത് സ്റ്റോപ്പായി. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അതിന് മുന്നേ കണ്ടോ, അവിടുത്തെ നമ്മളെ പടക്കം പൊട്ടിക്കുന്നത് നമുക്ക് അതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ പാപ്പാനെ കത്തിച്ച് പുകയാണ് കേട്ടോ ആ കാണുന്നത്. എൻ്റെ പൊന്നോ എന്നാ പുകയായിരുന്നെന്ന് അറിയാമോ. അത്രത്തോളം വലിയ ഇത് കണ്ടോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. പിന്നെ നമ്മൾ ഓരോ മാംഗോ ബാർ മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതും കഴിച്ച് കുറേ നേരം തെണ്ടിത്തിരിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.